ഹായ് ഡിയർ, വെൽക്കം ടു ഡയറക്റ്റ് വൈബ്സ്. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ഡിയർ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം? ഡിവൈൻ ഗൈഡ് ചെയ്താലും ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഡിവൈൻ ഗൈഡ് ചെയ്താലും ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓക്കെ ഡിയർ, നിങ്ങളുടെ പ്രശ്നത്തിൽ 10 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് എ ടൈം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആണോ? അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. കുറേ കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് വളരെയധികം ക്ഷീണിച്ച് കാണപ്പെടുന്നു. അങ്ങനെയാണോ ഡിയർ? അടുത്ത് നിങ്ങൾ ഏത് ആറ്റിറ്റ്യൂഡിലാണ് എന്നാണ് നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. കുറച്ച് കാശിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കാം. കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്കൊന്നിനും തികയാതെ വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം. ക്യാഷ് അതിനനുസരിച്ച് ഉണ്ടാവില്ലായിരിക്കാം. അതുപോലെ അതല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെയും നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് മിച്ചം പിടിച്ച് വെക്കണം, അങ്ങനെ നിങ്ങൾ വളരെയധികം പിശുക്കി മുന്നോട്ട് പോകുന്നതായിട്ടും, നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് എന്തിലേക്കോ കുറവുകളുണ്ട്, ആ കുറവുകളെ ബാലൻസ് ചെയ്ത് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഉള്ളത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. എന്നാലും നിങ്ങളുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എനിക്ക് ഒന്നിനും ക്യാഷൊന്നും തികയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെയും എനിക്കില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെയും നിങ്ങൾക്കുണ്ട്. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയായിട്ട് വരും. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാണ്, നിങ്ങൾക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ഇതിലെന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അവിടെ നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വളരെ കാര്യമായിട്ടിരുന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. എപ്പോഴും നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് കൊണ്ടോ പ്ലാൻ ചെയ്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. ആ പ്ലാനിന് ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരിക്കണം. അത് പ്രാക്ടിക്കൽ ആകുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ടൈമാണ്. അത് നിങ്ങൾ ചെയ്യണം എന്നാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിനായിട്ടൊരു ടൈം കണ്ടെത്തി നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. കൃത്യമായിട്ടുള്ളൊരു ഓപ്ഷൻ പിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ ഡിയർ, തുടക്കത്തിലേ കണ്ടു കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉള്ള കാര്യം എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് എന്താണ് എന്നൊക്കെയും നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കട്ടെ. നിങ്ങളുടെ ഒരു വിഷൻ കറക്റ്റായിട്ട് മുന്നോട്ട് വരട്ടെ. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.